ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയെക്കുറിച്ചാണ്. ഉത്കണ്ഠയും ഭയവും സാധാരണയായി എല്ലാ മനുഷ്യരിലും കാണപ്പെടുന്നു. വൈകാരികമായ ഈ അനുഭവം നമ്മൾ അനുഭവിക്കുന്നത് പല രീതിയിലാണെന്ന് മാത്രം. അവ്യക്തമായ കാരണങ്ങളാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഉത്കണ്ഠ. നേരെ മറിച്ച് ഭയത്തിന് വ്യക്തമായ കാരണമുണ്ട്. ലക്ഷണങ്ങളും കാരണങ്ങളും. നിങ്ങളുടെ ഉത്കണ്ഠ രോഗത്തിന്റെ തരമനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടുന്നു. ശാരീരിക ലക്ഷണങ്ങൾ: തണുത്തതും വിയർത്തതുമായ കൈകൾ, അമിതമായ വിയർപ്പ്, ഓക്കാനം, ഛർദി, വയറുവേദന, ടോയ്ലറ്റിൽ പോകാൻ തോന്നൽ, ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം മുട്ടുന്നു, വരണ്ട വായ, പേശികൾ വലിഞ്ഞു മുറുകുന്നു എന്നിവയാണ്. മാനസിക ലക്ഷണങ്ങൾ: പരിഭ്രാന്തി, ഭയം, അസ്വസ്ഥത, പേടി സ്വപ്നങ്ങൾ, അനിയന്ത്രിതമായ ഭ്രാന്തമായ ചിന്തകൾ, ആഘാതകരമായ അനുഭവങ്ങളുടെ ഫ്ലാഷ് ബാക്ക്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ജീവിതം ആസ്വദിക്കാനുള്ള ബുദ്ധിമുട്ട്, പകൽ പൂർത്തിയാക്കാനും ജോലി പൂർത്തിയാക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രവർത്തനത്തിലെ വ്യത്യാസം കാരണത്താലും ഹോർമോണൽ ചേഞ്ചസ് കാരണത്താലും ഉത്കണ്ഠ ഉണ്ടാകാം. സ്ത്രീകളിലാണ് കൂടുതലായും ഉത്കണ്ഠ രോഗങ്ങൾ കാണുന്നത്. കുട്ടികളിലെ ആശങ്ക: മാതാപിതാക്കളിൽ ഉത്കണ്ഠ രോഗം ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഉത്കണ്ഠ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുമൂലം ശ്രദ്ധക്കുറവ്, പഠന വൈകല്യം, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഉൾവലിയൽ തുടങ്ങിയവ കാണുന്നു. കൂടാതെ സ്കൂളിലെ പ്രകടനത്തെയും സാമൂഹിക പ്രവർത്തനത്തെയും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കും. നിരവധി തരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട്. അതായത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ അഥവാ പൊതുവായ ഉത്കണ്ഠ രോഗം, ഫോബിയാസ്, സെപ്പറേഷൻ ആൻസൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, പാനിക് ഡിസോർഡേഴ്സ് ഇവയിൽ ചിലതാണ്. എപ്പോഴാണ് ചികിത്സ തേടേണ്ടത്? മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അപകടകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സാ സഹായം തേടണം. രോഗനിർണയവും ചികിത്സയും: നിങ്ങൾക്ക് ഉത്കണ്ഠ രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി സംസാരിക്കുക. സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ അടുത്ത് കൗൺസിലിങ്ങിന് പോകാം. സൈക്കോതെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി മറ്റു പരിഹാര മാർഗങ്ങളാണ്. ഇവയിൽ നിന്നൊന്നും വ്യത്യാസമില്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നിങ്ങൾക്ക് മരുന്നുകൾ ശുപാർശ ചെയ്യും. അമിതമായ ഉത്കണ്ഠ കാരണം ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം, പൊണ്ണത്തടി, ഗ്യാസ്ട്രൈറ്റിസ്, ആമാശയ നീർക്കെട്ട് രോഗം എന്നിവയിലേക്ക് നയിച്ചേക്കാം. പ്രതിരോധം: ഉത്കണ്ഠ രോഗം തടയുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ആളുകളുമായി ഇടപെടുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, ദിവസവും അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, ഡീപ് ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക, പുകവലി, മദ്യപാനം ഒഴിവാക്കുക, പതിവായി വ്യായാമം ചെയ്യുക, ഭക്ഷണം കൃത്യസമയം കഴിക്കുക, നന്നായി ഉറങ്ങുക. Thanks for watching. If you are liking my videos, please do like, share and subscribe. Thank you.